കാലം തെറ്റിയെത്തിയ മഴ നെൽകർഷകർക്ക് തിരിച്ചടിയായി. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷവും കൊയ്ത്ത് കഴിഞ്ഞവർക്കും കൊയ്യാനുള്ളവർക്കുമെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും മഴയാണ്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ പലയിടങ്ങളിലും നെല്ലും പുല്ലും അതേപടി കിടക്കുന്നു. ചിലരെല്ലാം നെല്ല് ശേഖരിച്ചു. എന്നാൽ വൈക്കോൽ ഉണങ്ങാതെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളിലും കൊയ്ത്ത് കഴിഞ്ഞെങ്കിലും വൈക്കോൽ അതേപടി വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ മഴ വന്നോട് കൂടിയിട്ട് പൊതുവേ ഈ തോടിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം, വീതിയില്ല. ആ തോട് നന്നായിട്ടൊന്ന് വീതിയാക്കി തന്നാൽ കുറേയൊക്കെ വെള്ളത്തിന് നമുക്ക് തോട്ടിൽ കൂടി ഒഴുക്കി വിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ റോഡിന് വീതിയിലുള്ള വെള്ളവും മുകളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ വരുന്നത് ഈ വയലിലോട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കൃഷിയിൽ കച്ചികൾ നശിക്കാനും കൃഷി നശിക്കാനും. ഇപ്പോൾ ഇത് കൊയ്തില്ലായിരുന്നെങ്കിൽ കുറേ ഭാഗം കൊയ്ത് കഴിഞ്ഞു, ആ കൊയ്തില്ലായിരുന്നെങ്കിൽ കുറേ നെല്ലുകൾ തന്നെ. ഇനിയും വൈക്കോൽ എടുത്തിട്ടില്ലെങ്കിൽ ഇത് ചീഞ്ഞു നശിക്കും. ശക്തമായ വെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. കൊയ്യാനുള്ള കർഷകർക്ക് കൊയ്ത്ത് യന്ത്രം പാടത്ത് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. വൻ മുതൽ മുടക്കിലാണ് കർഷകർ ഇത്തവണ കൃഷി ഇറക്കിയത്. വൈക്കോലിൽ നിന്നുള്ള വരുമാനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കർഷകർ പറയുന്നു. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.